സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കിയെന്ന് ആരോപിച്ച് ഇടതുപക്ഷ അംഗങ്ങൾ പിറവം നഗരസഭാ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. സംസ്ഥാന സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചതിനെ തുടർന്ന് നഗരസഭയുടെ അടിസ്ഥാന വികസന പദ്ധതിയിൽ വലിയ ഭേദഗതികൾ വരുത്തേണ്ടി വന്നെന്നും ഇത് സാധാരണക്കാരുടെ വികസന ആവശ്യങ്ങളെ ബാധിക്കുന്നുവെന്നും ആരോപിച്ചാണ് LDF കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള ആദ്യ സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതത്തിൽ ഭീമമായ കുറവ് വരുത്തിയെന്ന് ആരോപിച്ച് ഇടതുപക്ഷ അംഗങ്ങൾ പിറവം നഗരസഭാ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. 2026 ഫെബ്രുവരി 27 ചേർന്ന കൗൺസിൽ യോഗമാണ് നഗരസഭയുടെ 2026-27 വർഷത്തെ വാർഷിക അന്തിമ പദ്ധതി രേഖ പാസാക്കിയിരുന്നത്. സംസ്ഥാന സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചതിനെ തുടർന്ന് നഗരസഭയുടെ അടിസ്ഥാന വികസന പദ്ധതിയിൽ വലിയ ഭേദഗതികൾ വരുത്തേണ്ടി വന്നെന്നും ഇത് സാധാരണക്കാരുടെ വികസന ആവശ്യങ്ങളെ ബാധിക്കുമെന്ന് ആരോപിച്ചാണ് LDF കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. മുൻപ് നഗരസഭ 4,30,73,000 രൂപ വകയിരുത്തി തയ്യാറാക്കിയിരുന്ന പ്ലാൻ ഫണ്ടാണ് പുതിയ ഭേദഗതിയോടെ 1,30,00,000 രൂപയായി ഭരണസമിതി ചുരുക്കിയിരിക്കുന്നത്. പ്ലാൻ ഫണ്ട് വിഹിതത്തിൽ മാത്രം ഏകദേശം 3,73,000 രൂപയുടെ ഭീമമായ കുറവാണ് ഉണ്ടായിട്ടുള്ളതെന്ന് LDF കൗൺസിലർമാർ പറയുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് സൗജന്യ മരുന്നും ആരോഗ്യ പരിപാലനവും നൽകിയിരുന്ന വയോമിത്രം പദ്ധതിക്ക് മുൻപ് 10 ലക്ഷം രൂപ മാറ്റിവെച്ചിരുന്ന സ്ഥാനത്ത് വെറും 5 ലക്ഷം രൂപയെ വെട്ടിച്ചുരുക്കിയെന്നും സ്വന്തമായി വീടുകൾ നന്നാക്കാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ട മനുഷ്യരുടെ ഭവന പദ്ധതികളിലും വലിയ വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ടെന്നും കൂടാതെ പിറവത്തെ കർഷകർക്ക് 50% സബ്സിഡി നൽകുന്ന നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മാറ്റിവെച്ചിരുന്ന 30 ലക്ഷം രൂപ വെറും 20 ലക്ഷം രൂപയെ കുറച്ചതായും താലൂക്ക് ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ ചെലവുകൾക്കുള്ള 10 ലക്ഷം രൂപ 4 ലക്ഷമായും നിത്യേന ഡയാലിസിസ് വിധേയരാകുന്ന നിർധന രോഗികൾക്ക് ആശ്വാസമായിരുന്ന താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് ഫണ്ട് 20 ലക്ഷത്തിൽ നിന്ന് വെറും 5 ലക്ഷം രൂപയായി ചുരുക്കിയെന്നും ഇടതുപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുന്ന സർക്കാരിന്റെയും നഗരസഭാ ഭരണസമിതിയുടെയും നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച ഇടതുപക്ഷ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ജൂലി സാബു, ആതിര IT, ക്രിസ്റ്റി ജോൺ, ഏലിയാമ്മ ജോമോൻ, സോഫിയ ഷാജു എന്നിവർ വ്യക്തമാക്കി. നമ്മുടെ കൂടുതൽ ആളുകളും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിച്ചിരിക്കുന്നത്. അത് എല്ലാ വർഷവും നമ്മൾ നെൽകൃഷിക്ക് 50% സബ്സിഡി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. അത് 30 ലക്ഷം രൂപ പദ്ധതി പാസ്സാക്കിയിരുന്നത് ഇന്ന് 20 ലക്ഷത്തിലേക്ക് 10 ലക്ഷം രൂപ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഡയാലിസിസ്. നമ്മുടെ ആശുപത്രിയിൽ ഡയാലിസിസ് ഉണ്ട്, നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ. ആ ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടിയിട്ട് മറ്റ് മരുന്നുകളും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് 20 ലക്ഷം രൂപ വെച്ചിരുന്ന സ്ഥലത്തേക്ക് ഇന്ന് ചുരുക്കി വെറും 5 ലക്ഷം രൂപയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ, പാവപ്പെട്ട ആളുകളെ, അവരെ സഹായിക്കേണ്ട ഒരു നഗരസഭ അവരെ മാറ്റി നിർത്തുന്ന, അവരെ തടയുന്ന ഒരു സമീപനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, പാവപ്പെട്ട ആളുകളുടെ ഭവന പുനരുദ്ധാരണം ആ പദ്ധതിയിലൊക്കെ വൻ കുറവുകളാണ് വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കൗൺസിലിൽ ഞങ്ങളുടെ വലിയ പ്രതിഷേധമാണ് ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് സമര പരിപാടികളുമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഈ അവസരം. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. എപ്പോഴാണ് ഒരു നാട് മാറുന്നത്? ഒരു വിഷൻ ഉണ്ടാകുമ്പോൾ, ആ വിഷനെ നെഞ്ചിലേറ്റുന്ന സമാന ഹൃദയങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിക്കുമ്പോൾ, അപ്പോൾ ആ വിഷൻ ആശയത്തിനപ്പുറം ഒരു വികാരമായി മാറുന്നു. ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ സ്പർശിക്കുന്നു. അതിശക്തമായ ഒരു കണക്ഷനാകുന്നു. അതിരുകൾ കടന്ന് സ്വീകാര്യത നേടുന്നു. അങ്ങനെ ഈ കൊച്ചു കേരളത്തിൽ ഒരു ചെറിയ കൂട്ടായ്മയായി തുടങ്ങിയ കേരള വിഷൻ ഇന്ന് ആഗോള ഭീമന്മാരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നു. നമ്മുടെ നാടിന് അഭിമാനമായി 41 ലക്ഷത്തിലധികം ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾ, 7000-ലധികം ഓപ്പറേറ്റർ പാർട്ണർമാർ, 2 പതിറ്റാണ്ടിന്റെ വിശ്വാസം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ്. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ.